ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെയൊക്കെ എണീറ്റു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ രാവിലെ ഉറക്കണീറ്റ് എന്താ ഇരിക്കണേന്നല്ലേ. ഇനി ഞാൻ രാവിലെ നേരത്തെ എണീറ്റു, കാരണം ഇന്ന് അച്ഛൻ നാട്ടിലോട്ട് വരെയാണ്. അപ്പം അച്ഛനെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ എണീറ്റ് ഇപ്പം സമയം 6:30 എന്തോ ആയി. അവിടെ അനിയൻ രാമായണം വായിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വിളക്കത്തിച്ച് രാമായണം വായിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തിലോട്ട് പോവാം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അപ്പോൾ ഗൈസ്, ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോൾ അച്ഛൻ രാമായണമൊക്കെ വായിച്ച് ബുക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ അവരുടെ നിന്ന് ബുക്കിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കിച്ചണിലോട്ട് പോവാം. അങ്ങനെ ഞാൻ കിച്ചണിലോട്ടായപ്പോൾ അവിടെ തകർത്ത് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു. അവിടെ മിക്സിയൊക്കെ അരയ്ക്കുന്നത് നൈസ്. അപ്പോൾ അരടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. സാമ്പാർ റെഡിയാവുന്നു. ചോറൊക്കെ വെന്തു. ഗൈസ്, അപ്പോൾ റെഡിയാണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ലേറ്റായിപ്പോയി. അങ്ങനെ കാറിൽ നമ്മളങ്ങനെ കയറി. ഞാനും അമ്മയും അച്ഛനും ഉണ്ട്. അങ്ങനെ അച്ഛനെ വിളിക്കാൻ പോകുന്നു രാവിലെ. ഇപ്പം എനിക്ക് സമയം 7:45 എന്തോ ആയി. അങ്ങനെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ കയറി. അപ്പം അച്ഛൻ ഹായ് ഒക്കെ തരികയാണ് കാറിലും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പോണിടയിൽ ട്രാവൻകൂർ മാളൊക്കെ കാണും. എല്ലാവർക്കും എയർപോർട്ടിൻ്റെ അടുത്താണ് ട്രാവൻകൂർ മാൾ. പക്ഷെ മുകളിലൊന്നും കയറാൻ പറ്റിയില്ല. നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയും, പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പം നല്ല ലേറ്റായി. നമ്മൾ വിചാരിച്ച സമയത്തും കാട്ടി ലേറ്റായി. എടുക്കാൻ പറ്റും. അങ്ങനെ കഴിച്ച് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. എന്തോ കണ്ടില്ല, പാടാ ഫോൺ കിട്ടിയില്ല. പിന്നെ കാണാൻ പറ്റേ. ഗൈസ്, നമ്മൾ പറഞ്ഞതിന് അച്ഛൻ ഇറങ്ങി അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വെയിറ്റും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ അച്ഛനെ കയറ്റിക്കൊണ്ട് നമ്മളങ്ങ് കയറിയത്. ഇത്ര ലഗേജൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കൊടുത്തു വെച്ചു. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ വെല്ലുവിളിയിൽ പോയി 2 മാമ്മന്മാരിരിക്കും. അവരറിയാണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തു. അവർ വീഡിയോ കൂടെ കാണാൻ വേണ്ടി തെറി വിളിക്കും, എന്തോ കണ്ടറിയും. അങ്ങനെ നീണ്ട് അവിടെ കിടന്ന് മൊത്തം ചുറ്റിക്കിറങ്ങി വീഡിയോ എടുക്കലായിരുന്നു. അപ്പുറത്തെ സൈഡാണ് നല്ലത്. ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടപ്പോഴാണ് സ്റ്റോപ്പിൽ നല്ലൊരു അപ്പൂപ്പൻ കിടന്നു. അപ്പൂപ്പനും കൂടെ വീട്ടിൽ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് നമ്മൾ അപ്പം ഇറങ്ങിക്കൊണ്ടിരുന്ന. അപ്പോൾ ബസ്സിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. ബസ്സിൻ്റെ സ്കൂൾ എത്താറായിട്ട് അച്ഛൻ്റെ സ്കൂളിലാണ് അച്ഛൻ ഇപ്പോൾ പഠിക്കണേ. അപ്പം എന്തായാലും അച്ഛനെ കൊണ്ടൊക്കെ ലേറ്റായി. അപ്പം നമ്മൾ എന്തെങ്കിലും കൊണ്ടാക്കാൻ ചോദിച്ചു, പക്ഷെ കൊണ്ടാക്കാൻ പറ്റിയില്ല. അവർ കയറ്റി വിട്ടില്ല. അവർ ഫസ്റ്റത്തെ ഫ്ലോർ വരെ കയറ്റി വിട്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് പോയി. അപ്പം ഞാൻ സ്കൂൾ കാണിച്ചത് കേട്ടോ. നല്ല കുട്ടന പേടിയാണ് അവിടെ പോണത്. പഠിച്ചത് ഇവിടെ അല്ല കേട്ടോ. ഞാൻ പഠിച്ച അപ്പുറത്തെ സൈഡിലാണ്, ഈ സൈഡിലാണ് പഠിച്ചത്. നമ്മളെ കെമിസ്ട്രി ലാബാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ കുറേ സ്നാപ്പൊക്കെ എടുത്തു വീട്ടിലോട്ട് പോവുകയും ചെയ്തു.
അങ്ങനെ വീട്ടിലൊക്കെ എത്തിയ ശേഷം വൈകിട്ടായി. രാവിലെ എത്തി, പിന്നെ ഞാൻ വൈകിട്ട് എടുക്കണം, പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ടിപ്പോൾ സമയം 6:30-7 മണിയൊക്കെ. അപ്പം അച്ചോടെ വീണ്ടും വിളക്ക് കത്തിച്ച് അച്ചോടെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച് എണീറ്റ ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കണം കേട്ടോ. മമ വേണ്ടില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി രക്ത പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്ദസ്വനാശാനൻ സുന്ദരി കൊന്നരുൾ ചെയ്തു നാദരാഘ വസംഭംവാദം. എങ്കിലൊരു ദിനം ദശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപാരായണൻ മംഗളദേവതാ കാമുകൻ രാഘവാനം ഗജരാവനന്ദവകൻ. അപ്പം ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.